ഹായ് ഗായ്സ്, ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്തൊരു മൂരാച്ച എൻ്റെ വീട്ടിലുണ്ട്. ദ വൺ ആൻഡ് ഓൺലി ദീപേഷ്, എൻ്റെ ഭർത്താവ്. പുച്ഛം മാത്രം. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെട്ടിട്ട് ഈ മനുഷ്യൻ്റെ മുന്നിൽ കൂടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് ഞാനെന്തോ വലിയ സംഭവമായി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നടക്കുന്ന ആൾക്കാരില്ലേ, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് എന്തൊക്കെയോ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അവരെ പോലൊന്നും ആയില്ലെങ്കിലും ചെറുതായെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. യൂട്യൂബ് ചാനൽ അത് പോവണ്ട, എൻ്റെ മുടി പിടിച്ച് വലിച്ചത് നശിപ്പിച്ച്. മടുത്തടോ ജീവിതം. നിങ്ങൾക്കറിയാമോ, ഓരോ മനുഷ്യനും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? അത് പറഞ്ഞാൽ ഒരു സാധാരണക്കാരിയായി ഞാൻ പറയാം. പല ജോലികളും ചെയ്തു, പലയിടത്തും ജോലി കിട്ടി, ഓരോ കോൺട്രാക്റ്റ് കഴിയുമ്പോഴും അത് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ വെറുതെ ഇരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും രക്ഷപ്പെടാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങാം, യൂട്യൂബ് ചാനലിൽ നിന്ന് കോടികൾ ലക്ഷങ്ങൾ കിട്ടും, എന്നാൽ പിന്നെ അത് തുടങ്ങിക്കളയാന്ന്. അങ്ങനെ തുടങ്ങിയതാ ഞാനും എൻ്റെ യൂട്യൂബ് ചാനൽ. പക്ഷെ 300 പേര് സബ്സ്ക്രൈബേഴ്സിൻ്റെ അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല. 5 പേര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ല. അതെന്താ ചെയ്യാത്ത? എത്ര ഉളകളുടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്? എത്ര ഉളകളുടെ? എന്തുകൊണ്ട് എൻ്റെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടാ? ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ അല്ലേ ചിങ്കു? ഇതാണ് എൻ്റെ ക്യൂട്ടി പൈ. അപ്പൊ ചോദിക്കും ക്യൂട്ടിപ്പൈയുടെ ക്യൂട്ടിപ്പൈ ആരാന്ന്? അതൊരു ക്യൂട്ടിപ്പൈ അല്ല, അതൊരു കൂറപ്പൈ. കണ്ടോളൂ. ഭയങ്കര സീരിയസാ, പക്ഷെ വെറുതെയാ. സീരിയസ് ആയിട്ട് അഭിനയിക്കും. ഞാനെന്തോ വലിയ സംഭവം. ചുമ്മാ. ഇപ്പൊ നാണ്ട ഈ ഷൂ ഉണ്ടോ? ഈ ഷൂ ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാ കേട്ടോ. ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഷൂ ആണ് ബർത്ത്ഡേക്ക്. പിന്നെ ഈ ഇട്ടേക്കുന്ന ഉടുപ്പ് കണ്ടോ? എന്തോ ചേട്ടാ അതിൻ്റെ പേര്? അലൻ അങ്ങനെ എന്തോ ഒരു പേരല്ലേ ഇതിന് പറയുന്നത്? എന്തോ വോൺഷിഷൻ എന്തോ ഒരു ബ്രാൻഡഡ് ഷർട്ടാണ് ഇത്. കണ്ട ഊള ഷർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാ. പിന്നെ വേറെ ഒന്നുമില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എനിക്ക് റീച്ച് കിട്ടും, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടും. കൺമണി ഞാനങ്ങനെ ചെയ്തേ. അടി നോക്ക്.